Hello, what's going on, people? I hope you guys are having a wonderful day. Welcome to today's video. And guess what? I just crossed 1000 subscribers. Yep, I just did that. To be honest, initially when I did put up the videos in the month of March, I wasn't serious about it. But since I crossed 1000 subscribers, that's a big milestone for me. And I guess people like my videos. If anyone is wondering, am I making revenue out of YouTube yet? The answer is no, because the two things that you need to hit to make money out of YouTube is number one, hit the 1000 subscribers, which I did, so that's good. The other one is to hit 4000 watch time hours. I am about 2300, so still about 1300 away from the threshold to make money, so I'm not yet making money. I've been putting out videos on aviation and trucking at the same time, but seems like people want to know more about aviation and less about trucking, because aviation videos have been getting more views. And at the same time, I've been jumping between two different languages, that's English and Malayalam, so I guess that kind of created a bit of confusion there. Now, that being said, today's video is gonna be in Malayalam. Now, if anyone out there is wondering what do I usually eat when I'm on a trip, on my truck trip, well, that's what I'm gonna be talking about in today's video. Might be people like, I don't care, you eat, you don't eat, none of my business, I don't want to watch your videos. Well, you know what, doesn't matter. I've recorded these videos on different days, different times, and just put it all together. അപ്പോൾ ഞാൻ നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ വീഡിയോ ഇന്ന് മലയാളത്തിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു, സോ അതിനൊരു ബിഗ് താങ്ക് യു എല്ലാവരോടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഫുഡ് കഴിക്കുന്നത്, ഞാനൊരു ട്രിപ്പിന് പോകുമ്പോൾ 7 days 15 days ഒക്കെ ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് പൊതുവെ കഴിക്കാറുള്ളത്, സോ അതിൻ്റെ ചെറിയ ഷോർട്സ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീഡിയോ എന്തായാലും കണ്ടു നോക്കുക ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഡിഡ് ഐ ഡു. ഓക്കെ, സോ വി ആർ ഇൻ ദ ബാക്ക് ഓഫ് മൈ ട്രക്കിൻ്റെ പുറകിലാണ് ഞാൻ. ഈ ഹെയർ കട്ട് ഐ ഡിഡ് ഇറ്റ് ബൈ മൈസെൽഫ്, കുഴപ്പമില്ല അല്ലേ, കാരണം എനിക്ക് കഴിഞ്ഞ ട്രിപ്പ് വന്നിട്ട് വീട്ടിൽ പോകാൻ അധികം സമയം കിട്ടില്ല. ജസ്റ്റ് 1 night പോയുള്ളൂ. August 31st പോയിട്ട് September 10th അങ്ങനെ ആണ്ട് വന്ന് 11th ഞാൻ ഇറങ്ങുമായിരുന്നു. സോ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഹെയർ കട്ട് ഇന്നലെ പിന്നെ ഞാൻ ചെയ്തതാണ്. ഇറ്റ്സ് നോട്ട് ടു ബാഡ്. ബട്ട് എനിവേസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഫോർ മൈ ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫസ്റ്റ് of all pita bread, okay, then cheese. ഇതൊരു കൗവിൻ്റെ തലയുള്ള ചീസാണ്. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് ടേസ്റ്റി. ഇഫ് യു ഗൈസ് ഹാവൻ ട്രൈഡ് ഇറ്റ്, പോയി ഒരു കടയിൽ പോയി മേടിച്ച് വെക്ക്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് ഞാൻ എൻ്റെ മെയിൻ കാർട്ടൺ എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് ചീസ്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നതാണ്. സോ വെരി നൈസ്. സോ ചീസ്. ആൻഡ് നെക്സ്റ്റ് തിങ്, ദിസ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിൻ്റെ പേര് ഇംഗ്ലീഷിൽ അവക്കാഡോ എന്ന് പറയും. മലയാളത്തിൽ എനിക്കറിയാൻ പാടില്ല. ഐ തിങ്ക് മുട്ടപ്പഴം ആണെന്ന് തോന്നുന്നു. അത് മുട്ടപ്പഴം മീൻസ് അനദർ ഫ്രൂട്ട്. അതുപോലത്തെ ഒരു വളിച്ച ടേസ്റ്റാണ് ഇതിനുള്ള. പക്ഷേ ഇത് ഇറ്റ്സ് വെരി ഹെൽത്തി എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു സാധനം ഇപ്പോൾ കൈ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചീസ് പൊളിക്കാം. സോ ചീസിന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്. ഓപ്പൺ ചീസ്, ഓപ്പൺ. Put that on the pita bread. Then I'm going to spread it. Now next thing is to cut the avocado. ഈ അവക്കഡോ കട്ട് ചെയ്യാൻ എൻ്റെ കയ്യിലൊരു നൈഫ് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഐ ഡോണ്ട് നോ ആ നൈഫ് എടുക്കും. സോ ഞാൻ എൻ്റെ വേറൊരു ഹാൻഡി ടൂൾ ഉള്ളൊരു നൈഫ് എടുത്ത് കട്ട് ചെയ്യാൻ പോവാണ്. It's so hard to cut this. Okay. Whoops. This is how it looks in the inside. Atare veenadu was its nut. Okay. So now എനിക്ക് ഈ അവക്കാഡോ എടുത്തിട്ട് എൻ്റെ സാൻഡ്വിച്ചിലേക്ക് ഇടണം. I don't have anything to squish this. So what I usually do is spoon എടുത്തിട്ട് I cut in here and then I squish it in here itself. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു
ഒരു സ്ക്വിഷി സാധനമായി മാറും. ദ ഫണി തിങ് ഈസ് ഞാൻ ഈ അവക്കാഡോ എടുത്തുകൊണ്ടൊന്ന് സ്ക്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോലോ മാറും, ഇവന് നെയിം ഓൾസോ ചേഞ്ചസ്. So now after squishing my avocado has become guacamole. Yes, guacamole is a Mexican dip aanu, so it's pretty much the base is avocado squish cheyidina kittasanu. Idinte kuda put some salt and onion, you call it guacamole. So now from avocado to my guacamole, I'm going to put this guacamole on my sandwich. Then anyways, I don't like eating avocado by itself, but they say it's healthy, that's why I eat it. Usually I don't do this, but into the sauce, ketchup, into the sachet, so I'm gonna put that too. I don't know how it's gonna taste. Okay, everything is on here. I'm gonna squish it a little more, paste it. So this here is my guacamole pita cheese wrap with a bit of ketchup. The ketchup is in fact good. I like it. Usually if you have an egg, fry the egg, put some onions on it, tastes really good. Avocado, the dirty taste, it just goes away if you put some egg on it. But right now in the girl I have no egg. കാരണം മുട്ട വേണമെങ്കിൽ കോഴി വേണം, കോഴി വേണമെങ്കിൽ പിന്നെ മുട്ട വേണം. അപ്പോൾ മുട്ട എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് there is no egg in my sandwich. Alright, this is my breakfast. So guys, ഞാൻ ഈ കഴിക്കാൻ പോകുന്ന സ്നാക്സിനെ പറ്റി പറയാം. Okay, so what do I usually eat in between when I'm hungry? Again, ഞാൻ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്, കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് വിശക്കുമ്പം പല സാധനങ്ങളും കഴിക്കും. ബട്ട് എനിവേസ്, റിഗാർഡ്ലെസ് എൻ്റെ ട്രക്കിലുള്ള കുറച്ച് സ്നാക്സ്, കുറച്ച് പിസ്താഷ്യോ, ബദാം, കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു ബട്ട് തീർന്നു പോയി, റോസ്റ്റഡ് നട്ട്സ്, അതായത് കോൺ ആണ്, കോൺ നട്ട്സ്, കോണിനെ നട്ട്സ് വിളിക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ, ഇറ്റ്സ് റോസ്റ്റഡ് കോൺ. പിന്നെ ഒരു ഇന്ത്യൻ ഡിഷാണ് എന്താ, മൂങ് ദാൽ, ഇന്ത്യൻ സ്നാക്ക്, ഇത് കഴിക്കും. യെസ്, ഈ അടുത്തായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇത്, പാർലേജി ബിസ്ക്കറ്റ് ഇവിടെ കിട്ടും, അത് ഞാൻ കഴിക്കും. പ്രോട്ടീൻ ബാർ, ഈ ഒരു പ്രോട്ടീൻ ബാർ എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ഒരു പ്രോട്ടീൻ ബാർ വിത്ത് കോഫി ആൻഡ് ബനാന കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേയിലേക്ക് നമ്മൾ സെറ്റാണ്. വേറെ ഒന്നും കഴിക്കണ്ട, ബിക്കോസ് ബേസിക്കലി ഞാൻ അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി എടുക്കാറില്ല, ജസ്റ്റ് സിറ്റ് ആൻഡ് ഡ്രൈവ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും കഴിച്ചാൽ ധാരാളം. എനിവേസ്, റീസെൻ്റ്ലി എൻ്റെ പുതിയ ഫേവറേറ്റ് വന്നത് ഈ ഒരു ബിസ്ക്കറ്റാണ്. ഇത് ഞാൻ അമേരിക്കയിൽ ഷോപ്പിംഗ് ചെയ്തപ്പോൾ, വാൾമാർട്ടിൽ ഷോപ്പിംഗ് ചെയ്തപ്പോൾ കണ്ടത്. എൻ്റെ പേര് ബെൽ വൈര സാൻഡ്വിച്ച്. ക്രീം ബിസ്ക്കറ്റാണ് പ്രിറ്റി മച്ച്, പക്ഷേ ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നത്. ആയിരുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ 4 hours ന്യൂട്രീഷൻ ആൻഡ് എനർജി കിട്ടുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആയിരുന്നു ബട്ട് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. സാധാരണ ക്രീം ബിസ്ക്കറ്റ് പോലെ അത്ര വൃത്തിയായിട്ട ഒരു ടേസ്റ്റ് ഇല്ല, അപ്പം തന്നെ ഇത് കുറച്ചും കൂടി ഹെൽത്തി ആണെന്ന് തോന്നുന്നു, കാരണം ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വേറെ ടേസ്റ്റാണ്. സോ ദിസ് ഹാപ്പൻസ് ടു ബി മൈ ന്യൂ ഫേവറേറ്റ് വൺ. ഇങ്ങനെ ചെറിയ സാഷയിൽ വരും, ആൻഡ് ദെൻ ഇറ്റ് ഹാസ് 2 biscuits, 2 cream biscuits in it. സോ ഇതൊക്കെയാണ് the snacks that I have in my truck. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുക്ക് ചെയ്യാറില്ല. ഞാൻ തീരെ താല്പര്യപ്പെടാത്തൊരു കാര്യം കുക്കിങ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റിനടുത്ത് കുഴപ്പമില്ലാത്ത ഭക്ഷണമാണ്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 പ്ലേറ്റ് വെജിറ്റേറിയൻ ഡിഷ് മേടിക്കും. ഒന്ന് മിക്സ്ഡ് വെജും പിന്നെ മേടിക്കുന്നത് പറയാൻ പോലും വയ്യ, മിക്സ്ഡ് വെജ് കോർമ, ആ സാധനം മേടിക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ,
കുറച്ച് ചിക്കൻ മേടിച്ചും കയ്യിലൊരു പ്രഷർ കുക്കറുണ്ട്. അപ്പോൾ അതിൽ മാത്രം വെറും ചിക്കൻ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് ചിക്കനും വെജിറ്റബിൾ ഡിഷും കൂടെ ചേർത്ത് അടിക്കും. കൂടെ കഴിക്കുന്നത് പീറ്റ ബ്രെഡ്. ഇവിടെ വേറൊരു ചെറിയ കൂളറുണ്ട്. അതിനകത്ത് വേറെ എക്സ്ട്രാ അഡീഷണൽ ഐറ്റംസ് ഞാൻ വെക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത കറികൾ. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു ടോപ്പ് സീക്രട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകണം. നിങ്ങൾ ആരുടെ അടുത്ത് പറയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ ഈ സീക്രട്ട് അറിയുന്നതിന് മുമ്പ് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ഞെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ സീക്രട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആ ബട്ടൺ അമർത്തും, ഒന്ന് സബ്സ്ക്രൈബ് ഞെക്കുക. ഓക്കെ, ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആൻഡ് ലൈക്ക് ബട്ടണും അമർത്തി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പ് സീക്രട്ടിലേക്ക് പോകാം. അത് എൻ്റെ ഒരു പെട്ടിക്കകത്ത് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ പെട്ടിക്കകത്താണ് എൻ്റെ ടോപ്പ് സീക്രട്ട് ഉള്ളത്. കാണണോ നിങ്ങൾക്ക്? ഇത് വളരെ വളരെ ടോപ്പ് സീക്രട്ട്. ഞാൻ പറയാൻ പാടില്ലാത്ത ടോപ്പ് സീക്രട്ടാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഞെക്കിയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയാം. ആരുടെ അടുത്തും പറയല്ലോ. ഓക്കെ, പ്ലീസ്. നമുക്ക് നമ്മുടെ പെട്ടി എടുക്കാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ടോപ്പ് സീക്രട്ട്? ഒന്നുമില്ല, ഭക്ഷണം ചൂടാക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. സോ വെറും ഒരു സ്റ്റോവ് ആയിരുന്നു എൻ്റെ ടോപ്പ് സീക്രട്ട്. നിങ്ങൾ ഓർക്കുവാണെങ്കിൽ അതിന് വേണ്ടിയാണ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഞെക്കി വിഷമിക്കേണ്ട പ്ലീസ്. അടിപൊളി ടോപ്പിക്സ് ഇനി വരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് എൻ്റെ സ്റ്റോവ് ഇത്. എനിക്ക് ഭക്ഷണം കഴിക്കണം, നല്ല വിഷമമുണ്ട്. ഒരു പാത്രമുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ കറി ഒഴിച്ച് വെക്കാം. ഇത് വെജ് കോർമയാണ്. ഓക്കെ, അപ്പോൾ സാധനങ്ങളെല്ലാം പാത്രത്തിനകത്തേക്ക് നമ്മൾ ലോഡ് ചെയ്തു. ഇനി ചാനം ചൂടാക്കിയാൽ മാത്രം മതി. ഓക്കെ ഗൈസ്, നമ്മുടെ കറി ചൂടായിരിക്കണം. ദാറ്റ്സ് ഗുഡ്. ഇത് ഞാൻ പീറ്റ ബ്രെഡ് കുറച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നു. അതും നമുക്ക് ഈ ഫ്ലെയിമിലേക്ക് ഇട്ട് നമ്മുടെ നാടൻ സ്റ്റൈലും കൂട്ടിട്ട് ചൂടാക്കാം. ഓപ്സ്, നടക്കെ പറന്നുപോയി. സോ മൈക്രോവേവ് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രക്ക് ഡ്രൈവിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പം പഞ്ചാബികളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരിവിടെ റൊട്ടിയും കറികളാണ് കഴിക്കുന്നത്. അങ്ങനെ അവരുടെ ഇവിടുന്ന് കിട്ടിയൊരു ശീലമാണിത്. എന്താണെന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഗസ്റ്റ് ചെയ്തോളൂ. ഇതൊന്നുമില്ല, ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഞാൻ കുറച്ച് ഇതിനകത്തൊഴിച്ച് വെള്ളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കും. ആ സ്പൂൺ കഴുകും, പ്ലേറ്റും കഴുകും. ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ കഴുകി പുറത്ത് പുല്ലിൽ കൊണ്ട് ഒഴിച്ചിടും. അപ്പം അങ്ങനെയാണ് ഞാൻ പാത്രം കഴുകും. ഞാനിപ്പോൾ ഉള്ളത് ഇൻറ്റർസ്റ്റേറ്റ് 294 ഷിക്കാഗോയിലാണ്. ഷിക്കാഗോയിൽ ഇവിടെ ഒരു ട്രാവൽ പ്ലാസയിലാണ് നിർത്തിയിരിക്കുക. എൻ്റെ പേരാണ് ഒയാസിസ്. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ലൈക്ക് സബ്വേ, മെക്ഡോണൾഡ്സ്. പക്ഷേ അതൊന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാൻഡ എക്സ്പ്രസ്, അത് ചൈനീസാണ്. ചൈനീസ് എന്ന് പറയാം. ബട്ട് ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ പാൻഡ എക്സ്പ്രസ് ഞാൻ മേടിച്ചു. ഞാൻ മേടിച്ചതൊരു ബിഗ് പ്ലേറ്റ് ആണ്. ഫോർച്യൂൺ കുക്കി ഫ്രീ ആയിട്ട് കിട്ടി. ബിഗ് പ്ലേറ്റിനകത്ത് 3 ഡിഷസ് ഉണ്ട്. ഐ ഷോ യു ഗൈസ് ഞാൻ എന്താ ഇവിടെ ഓർഡർ ചെയ്തു. സോ ഫ്രൈഡ് റൈസ്, ഇത് ബീഫ് ബ്രോക്കലി, ഇത് കുങ് പാവ് ചിക്കൻ, പിന്നെ എന്തോ ഒരു സ്റ്റേക്കും കൂടെ ഇതിനകത്ത് മേടിച്ചിട്ടുണ്ട്. സോ 3 ഐറ്റമാണ് മേടിച്ചത്.
ഓക്കെ, ഇത് ഞാൻ വൺ ടൈം തിന്നാൻ പറ്റത്തില്ല. ഇത് ലോട്ട്, സോ പ്രോബ്ലി ഞാൻ ബാക്കി സേവ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐ ഈറ്റ് ദ റെസ്റ്റ് ലേറ്റർ. സോ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, അനദർ ഡേ. വിശക്കുന്നു, ഫുഡ് കഴിക്കാൻ സമയമായി. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് ഇൻഫാക്റ്റ് ഇന്ന് ഉച്ചയായി. 12 മണി ഇന്നലെ നൈറ്റ് വരെ ഡ്രൈവ് ആയിരുന്നു. സോ ഇന്നിപ്പോൾ രാത്രി ഇന്ന് എന്തൊക്കെ ഞാൻ പറയുന്നത്, ഇന്നലെ രാത്രി വരെ ഡ്രൈവ് ചെയ്ത് ഇന്ന് ഉച്ചയ്ക്കാണ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി. കഴിക്കാൻ വിശക്കുന്നു, അപ്പോഴാണ് ഞാൻ മേടിച്ചത് ഇത് ചെസ്റ്റഡ് ചിക്കൻ. ചെസ്റ്റഡ് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാണുന്നുണ്ടോ, നത്തിങ് ഫാൻസി. പക്ഷേ നമ്മുടെ നാട്ടിൽ KFC പോലെ, പക്ഷേ ഇവിടുത്തെ KFC നാട്ടിൽ KFC ഡിഫറെൻ്റ് ആണ്. സോ അനദർ ജങ്ക് ഫുഡ്. ഇത് ബിസ്ക്കറ്റ് എന്ന് പറയും. ഇത് നല്ല ഹണി എന്നാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഒട്ടറുണ്ട്, ഷുഗറി സാധനമാണ്. ബിസ്ക്കറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് മൈദ അങ്ങനെയാണ്, അൺഹെൽത്തി. ഇത് വലിയൊരു പൊട്ടേറ്റോ വെജ്, പിന്നെ നമ്മുടെ സാധാ ചിക്കൻ. ഏയ് ഗൈസ്, ഞാനിപ്പം ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ്. ഗ്യാസ് ഫില്ല് ചെയ്യാൻ നല്ല ഇവിടെ വന്നിരിക്കുന്നത്, നല്ല വിശപ്പ് കഴിക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ഗ്യാസ് അടിക്കുമ്പോൾ ഒരു പോയിൻറ്റ്സ് കാർഡ് ഉണ്ട്, സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് കാർഡിലേക്ക് നമ്മൾ ഈച്ച് ടൈം ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ആൻഡ് യൂസിങ് ദോസ് പോയിൻറ്റ്സ് യു ക്യാൻ പർച്ചേസ് എനിത്തിങ് ഫ്രം ദി ഗ്യാസ് സ്റ്റേഷൻ. ലോട്ടറി ടിക്കറ്റും സിഗരറ്റ് ഒഴികെ നമുക്കിന്ന് മേടിക്കാം. സോ ചിലപ്പോഴൊക്കെ ഞാൻ ഫുഡ് അവിടെ നിന്നാണ് കഴിക്കുന്നത്. 99% ഓഫ് ദി ടൈം അൺഹെൽത്തി ഫുഡാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ബട്ട് ഓരോ നല്ല വിശപ്പുണ്ട്. നമുക്ക് എന്തായാലും ഗ്യാസ് സ്റ്റേഷനിൽ പോയി നോക്കാം എന്താ കഴിക്കാം. ഓക്കെ, ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ സാധനം മേടിച്ചു. ഞാൻ അവിടെ കണ്ട ഹോട്ട് ഡോഗ്സും സോസേജസുമാണ് ഞാൻ മിക്കപ്പോഴും കഴിക്കാറുള്ളത്. ബട്ട് കൂടെ തന്നെ അഡ്ജസ്റ്റ് സബ്വേ ഉണ്ടായിരുന്നു. സോ ഞാൻ സബ്വേ പോയി സബ്വേന്ന് ഒരു ഫുട്ട് ലോങ് സാൻഡ്വിച്ച് മേടിച്ചു. ആൾക്കാർ ഓർക്കുന്നുണ്ടാവും സബ്വേ ഹെൽത്തിയാന്ന്. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ദേ ആർ റോങ്. സബ്വേ വെരി വെരി അൺഹെൽത്തി ആണ്. അവിടുത്തെ ചിക്കനിൽ 50% മീറ്റുള്ള, ബാക്കിയൊക്കെ ഫുൾ കെമിക്കൽസ് ആണ്. ആൻഡ് ബ്രെഡും നല്ലതല്ല. പക്ഷെ എന്നിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇപ്പം ഇതേ ഉള്ളൂ കഴിക്കാം. സോ ഞാനിത് കഴിക്കുന്നു. ഞാൻ ചിക്കനെല്ലാം മേടിച്ച്, ഞാൻ സ്റ്റേക്കാണ് മേടിച്ചത്, അതും കണക്കാണ്. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ട ഡ്രിങ്ക്സിൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു മഗ് ഉണ്ടെങ്കിൽ, കോഫി ജഗ് മഗ്, എന്താണെന്ന് വെച്ചാൽ കോഫി അൺലിമിറ്റഡ് ആണ്. ആൻഡ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും അവിടെ കണ്ട പോപ്പ് ലൈക്ക് മൗണ്ടൻ ഡ്യൂ, കോക്ക്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പോയിന്റ്സ് കാർഡിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ബട്ട് എനിവേസ് ഞാൻ എൻ്റെ ഈ സബ്വേ കഴിക്കട്ടെ. എഗെയിൻ നല്ല വിശപ്പുണ്ട്. സോ പ്രെറ്റി മച്ച് നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ മിക്ക ഫുഡുകളും അൺഹെൽത്തി ഫുഡാണ്. എന്ത് ചെയ്യാനാ? ഞാൻ പറയത്തില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഈറ്റ് ഹെൽത്തി. പോസിബിൾ ആണ്, പക്ഷേ അതിന് കുറച്ച് എക്സ്ട്രാ വർക്ക് എടുക്കണം. ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കാറില്ല. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. എനിവേസ് ഞാൻ എൻ്റെ സബ്വേ കഴിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ ഫുഡ് കഴിക്കുന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മേക്ക് ഷുർ യു ഡു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും കോമെൻറ്റ് ചെയ്യണമെങ്കിൽ കോമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്തു. ആൻഡ് until next time guys, take care, bye bye.